എല്ലാവർക്കും നമസ്കാരം. ഇതാണ് ഇപ്പോൾ നമ്മളെ കാർ സ്റ്റീരിയോ പണി കഴിഞ്ഞപ്പോൾ ഉള്ളത്. ഇതിൻ്റെ വയറിങ്ങാണ് ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ഒന്നാം ഭാഗത്തിൽ ഇത് ഗെയ്സ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അത് കാണാത്തവരൊന്ന് കണ്ടാൽ ഈ ബോക്സ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് കാണുക. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇനി വയറിങ്ങിലേക്ക് കിടക്കാം. മൈക്ക് ഫിറ്റ് ചെയ്യണം. ഇതൊരു എക്കോ മൈക്ക് അനൗൺസും കൂടാതെ വോയിസ് റെക്കോർഡിങ്ങും. ഇതാണ് നമ്മുടെ ആംപ്ലിഫയർ. ഇത് HRC കമ്പനിയുടേതാണ്. ഇതിൻ്റെ വയറുകളെല്ലാം കമ്പനിയുടെ ഇതിൽ സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഉപയോഗിക്കാൻ സുഖമാണ്. ഇതിൽ കാണുന്ന 2 മഞ്ഞ വയറ്, 4 വയറുണ്ട്. ഇതാണ് സ്പീക്കർ ഔട്ട്പുട്ട്, സ്പീക്കറിന് കൊടുക്കേണ്ട വയറ്. പിന്നെ ഇത് 2 വയറ് വോളിയം കൺട്രോൾ നമുക്ക് കൊടുക്കേണ്ടതാണ്. ഇതാണ് ഓഡിയോ ഇൻപുട്ട് കൊടുക്കേണ്ടത്, USB കാർഡ് നമുക്ക് കൊടുക്കേണ്ടത്. ഞാൻ മറ്റേ പുറം നോക്കാം. ഇവിടെ 4 സെറ്റ് വയറുണ്ട്. ബാസും ട്രബിളും ലെഫ്റ്റും റൈറ്റുമാണത്. അത് കമ്പനി അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്, അതുപോലെ കൊടുത്താൽ മതി. ഈ 4 വയറാണത്. പിന്നെ USB 5 വോൾട്ട് ഔട്ട്പുട്ട് ഈ ആംപ്ലിഫയറിൽ തന്നെ നമുക്ക് കിട്ടും. ഈ 2 വയറ്. ഇതാണ് ഇതിൻ്റെ പവർ സപ്ലൈ വയറ്. ചുവപ്പും കറുപ്പ് 2 വയറുണ്ട്. ഒരു കറുപ്പ് പവർ സപ്ലൈ ഇൻപുട്ടിന് കൊടുക്കുക. അതാണ് ഡയോഡുമൊക്കെയാണ് അതിൻ്റെ പോസിറ്റീവ് വയർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പോസിറ്റീവും നെഗറ്റീവും മാറിപ്പോയാലും പ്രശ്നമില്ല, വർക്ക് ചെയ്യില്ല എന്നുള്ളൂ. IC ഒന്നും അടിച്ചു പോകില്ല. ഇനി 5 വോൾട്ട് നമുക്ക് USB ബ്ലൂടൂത്ത് മൊഡ്യൂളുമൊക്കെ കൊടുക്കാനുള്ളതാണ് ഈ നീല വയറ്. അവിടെ വേറെ കിടക്കുന്നൊരു ബ്ലാക്ക് വയറും കൊടുത്താൽ 5 തൊട്ട് 8 വോൾട്ട് നമുക്ക് കിട്ടുന്നതാണ്. IC ആണ് അതിൻ്റെ റെഗുലേറ്റർ IC, 5 വോൾട്ട് എടുക്കാനുള്ള. നല്ല ആംപ്ലിഫയറാണ്, നല്ല ബാസൊക്കെ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഈ ബോക്സിൽ ഇതുപോലെ 4 ഹോൾസ് ഇടേണ്ടതുണ്ട്. ഇത് നമുക്ക് എന്താ പറയുക, നമ്മളെ വോളിയം കൺട്രോൾ ഫിറ്റ് ചെയ്യാനുള്ളതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇപ്പുറത്ത് ഉൾവശത്ത് ഇതുപോലെ ചെറിയൊരു ദ്വാരം കൂടെ ഇടേണ്ടതുണ്ട്. ഇത് ചെയ്യുമ്പോൾ അപ്പുറത്തേക്ക് ഹോൾസ് വരാതെ സൂക്ഷിക്കണം. അതെന്തിനാന്ന് പറഞ്ഞാൽ ഈ വോളിയം കൺട്രോളിൻ്റെ ഇവിടെ ഉണ്ടാവും ഒരു സാധനം, അത് കയറ്റി വെക്കാനുള്ളതാണ്. കയറ്റി വെക്കണത് എന്താ പറഞ്ഞാൽ ഇത് ഒന്നായിട്ട് കറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നല്ലോണം കയറിയിരിക്കാൻ കണ്ടിട്ട് അവിടെ ഹോൾസും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ വോളിയം കൺട്രോളൊക്കെ അതിൽ നല്ലോണം ഫിറ്റാക്കിയിട്ടുണ്ട്. നല്ലോണം ടൈറ്റാക്കേണ്ടതുണ്ട്, ഇളകാൻ പാടില്ല. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കമൻ്റ് ഇടുക. കമൻ്റ് ഇട്ടാൽ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി റിപ്ലൈ തരുന്നതാണ്. ലൈക്ക് ചെയ്യണം. ഇനി നമുക്ക് ഇതിൻ്റെ ഹീറ്റ് സിങ്ക് ഇവിടെ നിന്ന് അയച്ചെടുക്കേണ്ടതുണ്ട്. ഈ IC കൊടുത്ത് ഹീറ്റ് സിങ്ക് അത് അവിടെയാണ് നമ്മൾ ഈ ആംപ്ലിഫയർ ഈ ബോക്സിൽ ഫിറ്റാക്കുന്നത്. ഇതുപോലെ അതിൻ്റെ ഹീറ്റ് സിങ്ക് വെച്ചിട്ട് ഇവിടെ 3 ഹോൾസ് ഇടേണ്ടതുണ്ട്. ഇനി ഹീറ്റ് സിങ്ക് തിരിച്ച് IC തന്നെ വെക്കണം. ഇതുപോലെ തന്നെ വെക്കണം, എടുത്തതുപോലെ തന്നെ വെക്കണം.
ഞാനിതിൽ 2 ഹീറ്റ് സിങ്ക് ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് പുറത്തൊന്ന് അകത്ത്. ഇവിടെ ഒരു പഴയ ഹീറ്റ് സിങ്ക് ഉണ്ടായിരുന്നു, അപ്പോൾ അതിൽ വെച്ചതാണ്. ഈ ഐ സി നന്നായി ചൂടാകുന്നുണ്ട്. അപ്പോൾ അതിനെക്കൊണ്ട് ഇവിടെ ഒരു ഹീറ്റ് സിങ്ക് കൂടി വെച്ചിട്ടുണ്ട്. കമ്പനി അങ്ങനെ പറയുന്നൊന്നുമില്ല. കമ്പനി ഒരു ഹീറ്റ് സിങ്കേ കൊടുത്തിട്ടുള്ളൂ. അത് അകത്തുണ്ട്, ഒന്ന് പുറത്തുമുണ്ട്. ഇളകാതെ ഫിറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വയറിൻ്റെ അറ്റത്തും അതുപോലെ തന്നെ വോളിയം കൺട്രോളിൻ്റെ ലെഗിലും നമുക്ക് ലെഡ് അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. ഇതുപോലെ ചെയ്യണം. എന്നാൽ സോൾഡർ ചെയ്യാനൊക്കെ വളരെ സുഖമാണ്. പെട്ടെന്ന് സോൾഡറിങ് പിടിക്കും. അപ്പോൾ സോൾഡറിങ് ഒക്കെ പൂർത്തിയായി. ഇത് നമ്മൾ ചെയ്തത്, ഇത് ഒന്ന് മാസ്റ്റർ വോളിയം കൺട്രോളും മറ്റൊന്ന് ബാലൻസിന് വേണ്ടി, ലെഫ്റ്റ് റൈറ്റ് ബാലൻസിന് വേണ്ടിയിട്ടാണ്. ഈ മാസ്റ്റർ വോളിയം കൺട്രോൾ രണ്ട് വയറ് ഒന്ന് താഴെ ഒന്ന് മേലെയും കൊടുത്തു. സെൻറ്ററിൽ നിന്ന് അതിൻ്റെ ഔട്ട് പുട്ട് എടുത്തിട്ട് നമ്മൾ ബാലൻസൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പുറത്തെ പിന്നിൽ ഗ്രൗണ്ട്, 2 പിന്നിലും താഴെയും മേലെയും ഗ്രൗണ്ട് ചെയ്തു. ഇതുപോലെ ചെയ്താൽ മതി. ആ വയറിൻ്റെ ഒരു തലേൻ്റെ മേലേക്കും കൊടുത്താൽ മതി. ഇനി ഇവിടെ ചെയ്യേണ്ടത് പറഞ്ഞാൽ മഞ്ഞ വയർ 2 ബാക്കി വരുന്നതിൻ്റെ ഈ ബാലൻസ് കൺട്രോളിൻ്റെ സെൻറ്ററിൽ കൊടുക്കുക. അപ്പുറത്തെ സെൻറ്ററിൽ നിന്ന് വരുന്ന 2 ചുവപ്പ് വയർ ഒന്ന് ലെഫ്റ്റ് സൈഡിലും ഒന്ന് റൈറ്റ് സൈഡിലും താഴെയും മേലെയായിട്ട് കൊടുക്കണം. അതുപോലെ തന്നെ ഗ്രൗണ്ടും അതുപോലെ തന്നെ ഒന്ന് താഴെയും ഒന്ന് മേലെയായിട്ട് കൊടുക്കുക. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ആക്കി കൊടുക്കണം. അപ്പോഴേ ബാലൻസ് കറക്റ്റായി കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ വോളിയം കൺട്രോളിൻ്റെയും അതുപോലെ തന്നെ ബാലൻസിൻ്റെയും കണക്ഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ബാസും ട്രബിളാണ്. അതാ ആംപ്ലിഫയർ ബോർഡിൽ തന്നെ ബാസും ട്രബിളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് വരുന്ന വയർ അതുപോലെ തന്നെ കൊടുത്താൽ മതി. പക്ഷേ നമുക്കിവിടെ ഒരു ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇതാണ് ബാസും ട്രബിളും. ഇതിൽ നമ്മൾ മാറ്റം വരുത്തിയത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലെഫ്റ്റിൻ്റെയും റൈറ്റിൻ്റെയും ബാസ് എടുത്തിട്ട് ഒരു വോളിയം കൺട്രോളിൽ കൊടുത്തു. അതുപോലെ തന്നെ ട്രബിളും ഒന്നിൽ കൊടുത്തു. അപ്പോൾ നമുക്ക് ബാസ് ഫുള്ളായിട്ട് കട്ടാക്കാനും ട്രബിൾ ഫുള്ളായിട്ട് കട്ടാക്കാനും കഴിയുള്ളൂ. ചിലർക്ക് ബാസ് ഇഷ്ടമായിരിക്കും, ചിലർക്ക് ട്രബിളായിരിക്കും ഇഷ്ടം. അപ്പോൾ അത് രണ്ടും ലെഫ്റ്റും റൈറ്റും ബാസും ട്രബിളും കൊടുക്കണമെങ്കിൽ അതുപോലെ തന്നെ ലെഫ്റ്റും റൈറ്റും ആയിട്ട് ഒരേ വോളിയം കൺട്രോൾ കൊടുത്താൽ മതി. ഇതുപോലെ മാറ്റി കൊടുക്കേണ്ടതില്ല. അപ്പം ഞാൻ മാറ്റിയാണ് കൊടുത്തിട്ടുള്ളത്. 2 ബാസ് ഒരുമിച്ച് കൊടുത്തു, 2 ട്രബിൾ ഒരുമിച്ച് കൊടുത്തു. നിങ്ങൾക്ക് വേറെ വേറെ കിട്ടണമെങ്കിൽ, ലെഫ്റ്റും റൈറ്റും വേറെ വേറെ കിട്ടണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക, അപ്പോൾ ലെഫ്റ്റ് ബാസും ട്രബിളും ഒരുമിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ റൈറ്റും ചെയ്യുക. അപ്പോൾ ഇതൊക്കെ കണക്ഷനെല്ലാം റെഡിയായി. മൈക്ക് എങ്ങനെ ഇതിൽ കണക്ട് ചെയ്യാൻ നോക്കാം. ഇതാണ് മൈക്ക്. ഇതുപോലെ മൈക്ക് ഈ ബോർഡിൽ കണക്ട് ചെയ്താൽ മതി. നല്ലപോലെ വർക്ക് ചെയ്യും. ഇത് ഗ്രൗണ്ട് ജി എന്ന് എഴുതിയെടുത്ത് ഗ്രൗണ്ട് കൊടുക്കേണ്ടതാണ്. മൈക്ക് എന്ന് എഴുതിയെടുത്ത് പോസിറ്റീവും കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മൾ മൈക്കിലും കണക്ട് ചെയ്യുക. അത്രയേ ഉള്ളൂ പണി മൈക്ക് കണക്ട് ചെയ്യാൻ. ഹലോ ഹലോ ചെക്ക്, ഹലോ ഹലോ. മൈക്ക് നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നിൽ പോസിറ്റീവും കൊടുക്കുക. ഇനി നമുക്ക് മൈക്ക് ഔട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇത് ചെറിയൊരു പിന്നാണ്. നമ്മളെ ഓക്സ് സോക്കറ്റാണ്, മോണോ ഓക്സ് സോക്കറ്റ്. ഇതിൽ 3 പിന്നുണ്ട്. അത് ഒരു പിന്ന് നമുക്ക് വേണ്ട, അതിങ്ങനെ മടക്കി വെക്കാം. പിന്നെ ഇവിടെ ഫസ്റ്റ് പിന്നാണ് ഗ്രൗണ്ട് ചെയ്യേണ്ടത്, ഗ്രൗണ്ട് കണക്ഷൻ കൊടുക്കേണ്ടത്. പിന്നെ മറ്റേ പിന്നിൽ പോസിറ്റീവും കൊടുക്കുക. നമുക്ക് വലിയ സോക്കറ്റ് ഉപയോഗിക്കാൻ ഇതിൽ സ്ഥലമില്ലല്ലോ. എന്തായാലും മൈക്കിൻ്റെ കണക്ഷൻ ഫ്രണ്ടിലേക്ക് തന്നെ കിട്ടണമല്ലോ. അതിനെ കൊണ്ടാണ് ഇങ്ങനെ ചെറിയൊരു സോക്കറ്റ് ഉപയോഗിച്ചത്. എന്നാലും നല്ല വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ സോക്കറ്റിൽ ഇതിൻ്റെ കണക്ഷൻ കൊടുക്കുക. നല്ലപോലെ സോൾഡർ ചെയ്തിട്ട് ചെയ്യുക.
ഇതാണിപ്പോൾ നമ്മളെ കാർ സ്റ്റീരിയോ പണി കഴിഞ്ഞപ്പോൾ ഉള്ളത്. ഇതിൻ്റെ ബാക്ക് ഭാഗം കാണിക്കുക, കണക്ഷൻ എങ്ങനെ കൊടുക്കേണ്ടത് എന്നുള്ളത്. ഇത് നമ്മളെ പവർ സപ്ലൈക്കുള്ള കണക്ഷനാണ്, പ്ലസും മൈനസും. SLSR സ്പീക്കറാണ്, ലെഫ്റ്റും റൈറ്റും. ഇത് ആൻറ്റണ കണക്ഷനാണ്. ഇതിൻ്റെ ബാക്ക് ഇങ്ങനെ തുളച്ചിട്ട് അതിൽ വയർ എടുത്തിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഈ വയർ കണക്ടർ നമുക്ക് ഇലക്ട്രിക് ഷോപ്പിൽ നിന്ന് വാങ്ങാൻ കിട്ടും. അത് വാങ്ങിയിട്ട് അതുപോലെ ചെയ്യുക. അപ്പോൾ നമുക്കിതൊന്ന് വർക്ക് ചെയ്യിച്ച് നോക്കാം. ഇപ്പോൾ ഇത് ബ്ലൂടൂത്ത് മോഡിലുള്ളത്. അപ്പോൾ ഇനി മൈക്ക് ഇതിന് 2 കാര്യമാണ് ഇപ്പോൾ നമുക്ക് അറിയേണ്ടത്. ഒന്ന് എങ്ങനെ റെക്കോർഡ് ചെയ്യുക, മറ്റൊന്ന് മൈക്ക് അനൗൺസ് എങ്ങനെ ചെയ്യുക, അതെങ്ങനെ ഓണാക്കുക എന്നുള്ളതാണ്. നല്ല എക്കോ ക്വാളിറ്റിയിലുള്ള അനൗൺസാണ് നമുക്ക് കിട്ടുന്നത്. അതെങ്ങനെയെന്നുള്ളത് ഇപ്പോൾ കാണിച്ചു തരാം. അതിനായിട്ട് നമുക്ക് ഇതുപോലുള്ള റിമോട്ടിൽ മോഡ് ബട്ടൺ ചേഞ്ച് ചെയ്യുക. Play by TF card. FM mode. ഇതിപ്പോൾ FM-ലാണുള്ളത്. FM നന്നായി കിട്ടും, നല്ല ക്ലിയറിൽ FM കിട്ടും. അപ്പോൾ ഇതിൽ നമ്മളുടെ ഒരു സ്പീക്കറും പവർ സപ്ലൈ മാത്രമാണ് ഇതിൽ കൊടുത്തത്. ആൻറ്റിനക്ക് വയറൊന്നും തന്നെ കൊടുത്തിട്ടില്ല. ഇനിയൊരു വയറിൻ്റെ കണക്ഷൻ കൊടുത്തിട്ട് നോക്കാം. ഇപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ടുണ്ട്. എന്നുവെച്ചാൽ ഒരു കൊച്ചു വയറ് മാത്രമാണ്, ഇത് വീടിൻ്റെ അകത്തല്ല. നല്ല ക്ലിയർ കിട്ടുന്നുണ്ട്. ഒരു പരപര സൗണ്ട് വരുന്നുണ്ട്. അത് ഏരിയലിൻ്റെ പോരായ്മയാണ്. പിന്നെ നമുക്ക് ഇതിൽ USB കാർഡോ അല്ലെങ്കിൽ മെമ്മറി കാർഡോ ഒന്നും യൂസ് ചെയ്ത് ഒരു പാട്ട് വെച്ച് തരാൻ നിർവാഹമില്ലല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും അതിന് പരിമിതികളില്ല. അതുകൊണ്ടാണ് ഇനി നമ്മളെ മൈക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്യാം, അതുപോലെ തന്നെ റെക്കോർഡ് എങ്ങനെ ചെയ്യാമെന്ന് കാണിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മൈക്ക്. ഇതൊരു നമ്മളൊരു മോണോ ഓക്സ് പിന്നാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിൽ കണക്ട് ചെയ്യാം. അപ്പോൾ ഇനിയുള്ള വെർട്ടിക്കൽ നമുക്ക് എക്കോയിലാക്കാം. അതല്ല കുറച്ചൊരു ക്ലാരിറ്റി ഒക്കെ ഉണ്ടാവുമല്ലോ സൗണ്ടിൽ. എക്കോ എങ്ങനെ നോക്കാം. ഇതിനായിട്ട് നമ്മൾ മോഡ് ബട്ടൺ സെലക്ട് ചെയ്തിട്ട് ഇത് റെക്കോർഡിംഗ് ആണ്. ഇത് എക്കോ എന്നുള്ള വരുമ്പോൾ ഇപ്പോൾ നമ്മളെ മൈക്ക് ഓൺ ആയിട്ടുണ്ട്. ഹലോ ഹലോ ചെക്ക് ഹലോ. അപ്പോൾ ഇങ്ങനെയാണ് മൈക്ക് ഓൺ ചെയ്യേണ്ടത്. ഇത് എക്കോ വെച്ചാൽ ചിലപ്പോൾ നമ്മളെ മൈക്ക് ഓൺ ആവില്ല. അന്നേരം എന്ത് ചെയ്യുക, നമ്മളെ മൂഡ് ബട്ടണൊന്ന് ലോങ് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ഇത് ഓണോ ഓഫോ ഇങ്ങനെയാണുള്ളത്. എക്കോ മോഡ് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ മോഡ് ബട്ടണൊന്ന് ലോങ് പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തത് നമ്മൾ കാണിക്കാൻ പോകുന്ന റെക്കോർഡിങ് എങ്ങനെ ചെയ്യുക എന്നുള്ളതാണ്. അത് കാണിക്കാം. അപ്പോൾ നമ്മുടെ മോഡ് ബട്ടൺ ഞെക്കിയാൽ FM mode. AUX mode. REC എന്നൊരു ഓപ്ഷൻ വരും. അതിലാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. അതിൽ മെമ്മറി കാർഡോ അല്ലെങ്കിൽ USB കാർഡോ കണക്ട് ചെയ്താൽ മാത്രമേ റെക്കോർഡ് ആവുള്ളൂ. റെക്കോർഡാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ പ്ലേ ബട്ടൺ ഒന്ന് ലോങ് പ്രസ് ചെയ്ത് കൊടുത്താൽ, പ്ലേ ബട്ടൺ അല്ല, മോഡ് ബട്ടൺ. അപ്പോൾ റെക്കോർഡിങ് എങ്ങനെയെന്നുള്ളത് നോക്കാം. മോഡ് ബട്ടൺ ഞെക്കിയതിന് FM mode. AUX mode. REC എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൽ നമ്മൾ പ്ലേ ബട്ടൺ ഒന്ന് ലോങ് പ്രസ് ചെയ്താൽ, പ്ലേ ബട്ടൺ അല്ല, മോഡ് ബട്ടൺ ലോങ് പ്രസ് ചെയ്താൽ റെക്കോർഡിങ് ഇതായ മെമ്മറി കാർഡ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നത് കാണിക്കുന്നു. അപ്പോൾ അത് റെക്കോർഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സപ്പോർട്ട് ചെയ്താൽ എനിക്ക് വീഡിയോ കാണാൻ താല്പര്യമുണ്ടാവും. അപ്പോൾ ഈ ബാറ്ററി ഇതാണ് നമ്മൾ ചെയ്ത ബാറ്ററിയാണ്. 12 വോൾട്ട് 18 AH ബാറ്ററി. ഇതിൻ്റെ ബാറ്ററിയാണ്. അതുപോലെ തന്നെ പിന്നെ നിങ്ങളെ സപ്പോർട്ടൊക്കെ തന്നെ നമുക്ക് കൂടുതൽ വീഡിയോ ചെയ്യാൻ
വീഡിയോ മിസ്സാകാവുള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സഹകരിക്കുക. എല്ലാവർക്കും നമസ്കാരം.